നമുക്ക് ഇവിടെ കൊളംബിയ വരെ പോയിട്ട് വന്നാലേ. പെട്ടെന്ന് ക്യാബിനായിട്ടൊരു കോൾ വന്നു, ഷോർ ലീവിന് വന്നിട്ടെന്ന് വെച്ചിട്ട്. പിന്നെ ഒന്നും നോക്കില്ല, നേരെ പുറത്താട്ടങ്ങടെ ഇറങ്ങി. ഞാനും ക്യാപ്റ്റനും പിന്നെ സെക്കൻഡ് ഓഫീസറും കൂടിയാണ് പോണത്. ഞങ്ങൾ പിന്നെ ഒരു ടാക്സി ബുക്ക് ചെയ്ത് അപ്പം തന്നെ ടാക്സിക്കാരെ റിവേഴ്സ് എടുത്ത് ഞങ്ങളെ കയറ്റി. ഞങ്ങൾ പോണത് കർട്ടഞ്ചിന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് കൊളംബിയയിലുള്ളൊരു മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസാണ്. ഇതാണ് എൻ്റെ സെക്കൻഡ് ഓഫീസർ. ഒടുക്കത്തെ ട്രാഫിക്കും പിന്നെ കേരളത്തിനെ ആസ്വദിപ്പിക്കുന്ന വിധമായിട്ടുള്ള റോഡുകളാണ് ഞാനവിടെ കണ്ടത്. ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലത്ത് ചെന്നൊരു ഫീലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ സിറ്റി എത്തിയപ്പോഴുള്ള സമാധാനം ഇത്. ഇവിടെ അത്യാവശ്യം ഫോട്ടോ ചെയ്യായിട്ടൊക്കെ കുറേ സമയമുണ്ട്. ആദ്യം തന്നെ പൈസ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ലോട്ടറിയാണ്. പിന്നെ മനസ്സിലായി അത് ലോട്ടറി കടയാണെന്ന്. പിന്നെ മണി എക്സ്ചേഞ്ച് കണ്ടുപിടിച്ചിട്ട് പൈസ മാറ്റി. 4000 കൊളംബിയൻ പെസോ എനിക്ക് ചീഫ് ഓഫീസർ തന്നിട്ടാ പോയത്. പിന്നെ ഡോളറിൽ കൺവേർട്ട് ചെയ്തപ്പോൾ മനസ്സിലായത് $1 പിന്നെ അവിടെ കുറച്ച് നേരം അറിഞ്ഞിരുന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഷോപ്പിംഗ് മാളിലായിട്ടാണ്. വേറെ ഒന്നിനുമല്ല, ക്യാപ്റ്റന് ഷൂ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഷൂ വാങ്ങാൻ വേണ്ടി ചെന്നതാ. ഷൂവിനൊക്കെ ആണെങ്കിൽ ഒടുക്കത്തെ വില. ഷോപ്പിംഗ് മാളിനെ പറ്റി പറയാനാണെങ്കിൽ വലിയ ഇതൊന്നും ഇല്ല. ലുലു മാളിൽ അത്രയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണല്ലോ പിന്നെ മെയിൻ. അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള സൂപ്പർ ഹോട്ടലും പിന്നെ ഒരു ഗോത്രവർഗ്ഗക്കാരൻ അവിടെ ഇവിടെയൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ചിക്കനും സാൽമണ്ണും പിന്നെ കുറച്ച് അത് ഇതൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. പിന്നെ മറ്റേ പുള്ളിക്കാരൻ്റെ ഒരു ഡാൻസും. ഇതെല്ലാ ടേബിളിലും വന്ന് പുള്ളി ഡാൻസ് കളിക്കോട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗാനമേള സെറ്റപ്പിൽ ഒരു പാട്ടും. അതൊരു സ്പാനിഷ് പാട്ടൊന്നും മനസ്സിലായില്ല. പിന്നെ അവിടെ നിന്ന് പോകുന്നത് പിന്നെ എൻ്റെ ചാർജ് 10% പിന്നെ ഞാൻ പിന്നെ കുറേ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നേരെ ഷിപ്പിലായിട്ട് ചെന്ന്. കുറച്ച് വിശ്രമം.